അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ എച്ച് ഇ മുഹമ്മദ് ബാബു സേട്ടു അവർകൾ, ഈ സംരംഭത്തിൻ്റെ എല്ലാമായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ബഹുമാന്യനായ സലാഹുദ്ദീൻ ഉസ്താദ് അവർകൾ, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള മേയർ ശ്രീമതി വി കെ മിനിമോൾ, ഇവിടെ സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ TPM ഇബ്രാഹിം ഖാൻ സാഹിബ്, റിയാസ് അഹമ്മദ് സേഠ് ഉൾപ്പെടെയുള്ള TK മുഹമ്മദ് അഷ്റഫ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്വാഗത പ്രസംഗത്തിൽ സത്യം പറഞ്ഞാൽ സലാഹുദ്ദീൻ ഉസ്താദിന് ഓരോ വാക്കുകളും വിതുമ്പാണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല. നമുക്കറിയാം, ഉള്ളിൽ തട്ടി പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്തു, ആ ആത്മാർത്ഥമായി ചെയ്ത ഒരു കാര്യത്തിൻ്റെ പര്യവസാനം വരുമ്പോൾ ആർക്കും കണ്ണ് നനയുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പര്യസമാപ്തിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും വാക്കുകളില്ല. ഇവിടെ ഈ ഓർഫനേജ് സ്കൂളിൽ പഠിച്ച ഓരോരുത്തരും ഏത് രീതിയിലാണ് അവിടെ പഠനം പൂർത്തിയാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കും ആ സമയത്ത് നേരിട്ടത് എന്നുള്ളതും നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ട് ഉറ്റവരുടെയും ഉടയവരുടെയും സഹായം പോലും ഇല്ലാതെ ഇവിടെ വന്ന് പഠിച്ച ഈ കോളേജിലെ, ഈ ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ മനസ്സിലുള്ള ആ കണ്ണീര് മറ്റുള്ളവരുടെ കണ്ണീര് ഒപ്പിയെടുക്കാനുള്ള ശക്തിയാക്കി മാറ്റി ഈ ഒരു ഉദ്യമത്തിലേക്ക് വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സമൂഹത്തിന് വലിയ മാതൃക തന്നെയാണ്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നത് എന്താണ്? വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ പരക്കം പായുന്ന പാച്ചിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ അടുത്ത ദിവസം കണ്ടതാണ്, വിദ്യ അഭ്യസിച്ച് തരുന്ന അധ്യാപകരുടെ കയ്യിൽ നിന്ന് പോലും മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന ഒരു കാലമെന്ന് പറയുമ്പോൾ ഈ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ഇവിടെ അശരണരായിട്ടുള്ള ആളുകളുണ്ട്, നിരാലംബരായിട്ടുള്ള ആളുകളുണ്ട്, വീടുകളില്ലാത്ത ആളുകളുണ്ട്, ഭക്ഷണമില്ലാത്ത ആളുകളുണ്ട്. അപ്പം ഇവരെല്ലാം പരിചരിക്കാൻ സർക്കാരിനും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒരു പരിധിയുമുണ്ട്. അങ്ങനെ പരിധിയുള്ള ഒരു സമയത്താണ് ഇതേപോലത്തെ സാമൂഹികമായിട്ടുള്ള സംഘടനകളെല്ലാം മുന്നിലേക്ക് വരുന്നത് എന്ന് നാം കാണാറുണ്ട്, സ്വാഭാവികമായിട്ട് നാം കാണാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആ ബ്രാക്കറ്റിൽ പെടുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് പഠനം പൂർത്തിയാക്കാൻ സാധിച്ച ഒരു സമൂഹമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളതാണ്. ഈ ഓർഫനേജ് സ്കൂളിൽ പഠിച്ച ഓരോരുത്തരും അങ്ങനത്തെ അനുഭവം നേരിടേണ്ടി വന്ന ആളുകളാണ്. അങ്ങനെ അനുഭവം നേരിടേണ്ടി വന്ന ആളുകൾക്ക് സാധാരണ രീതിയിൽ തളർന്നു പോയിക്കൊണ്ടേയിരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാം പോകുന്നത്. അങ്ങനെ തളരാതെ മനോധൈര്യം നമുക്ക് തന്നെ കിട്ടി അത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുത്തുകൊണ്ട്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ്റെ എന്താണ് മനുഷ്യന് വേണ്ടത് എന്നുള്ളത്, ആദ്യമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നമുക്കറിയാം ഭക്ഷണവും പാർപ്പിടവും തന്നെയാണ്. ഭക്ഷണവും പാർപ്പിടവും ഇല്ലാത്ത ഒരു മനുഷ്യനെ നമുക്കൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, അനുച്ഛേദം 21 എന്ന് പറയുന്നത് ആർക്കും ഔദാര്യമല്ല ഇതൊന്നും. ഭക്ഷണവും പാർപ്പിടവും ഒന്നും ആർക്കും ഔദാര്യമല്ല, അതെല്ലാവരുടെയും അവകാശമാണ്. ആ അവകാശം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. നമ്മുടെ ഭരണഘടന തരുന്ന ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുള്ളത്.
അങ്ങനെ അവകാശം പോലും കിട്ടാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ, അവകാശം നമുക്ക് നൽകേണ്ട നമ്മളുടെ സർക്കാരുകളും സർക്കാർ ഏജൻസികൾക്കും അത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങളെ പോലത്തെയുള്ള ആളുകൾ, ആ നന്മയുള്ള മനസ്സുള്ള ആളുകൾ, അവർ മുന്നിലേക്ക് വന്ന് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാക്ഷാത്കാര്യം വരുന്നത്, അതിൻ്റെ ഒരു സാഫല്യം വരുന്നത്. ആ സാഫല്യമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന സ്കീമുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ IAS കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു കോച്ചിങ് സെൻറ്റർ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ആംബുലൻസ് സർവീസ് വരെയും, അതായത് ഏതെല്ലാം തരത്തിലാണ് ഈ സമൂഹത്തിന് നമുക്ക് സഹായം നൽകേണ്ടത് ആ കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ സഹായം എത്തിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടേതായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാടുള്ള ഒരു സമയം, ആ വിഷമങ്ങളിലൊന്നും നമ്മൾ തളരാതെ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ എന്താണ് എന്ന് നോക്കി ആ വിഷമങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരങ്ങൾ, ആ പരിഹാരം വിഭാവനം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും സർവശക്തൻ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനമാണ് നാം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണോ, മതപരമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണോ, ആ ബാധ്യതകളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ക്ഷേമനിധിയുടെ കാര്യം പറഞ്ഞു. അതിവിടെ നമ്മൾക്ക് ഇഹ്സാൻ ക്ഷേമനിധി പ്രഖ്യാപനം എന്ന് പറയുന്ന ആ ഒരു ക്ഷേമനിധി പ്രഖ്യാപനം കൂടി ഇവിടെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ അവശത അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ പരിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ, രോഗികളായിട്ടുള്ള ആളുകളെ നാം സന്ദർശിക്കണമെന്നുള്ളത്. അതെന്തിനാണ് പറയുന്നത്? എന്താണ് അതിന് പുറകിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത്? നാം വലിയ അഹങ്കാരിയായിട്ട് മുന്നോട്ട് പോകും. ഞാനിപ്പോൾ ഇവിടെ MP ആണ്, എനിക്ക് നാളെ മന്ത്രിയാകണമെന്നുള്ള ഒരു അഹങ്കാരമായിരിക്കും എനിക്ക്. ഒരാശുപത്രിയിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ വാർഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആരാണ് എന്നുള്ളതും ഈ പറയുന്ന നമ്മുടെ സർവശക്തൻ ആരാണ് എന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലാകും. അഹങ്കാരം എന്ന് പറയുന്ന സംഗതി ഇല്ലാതാകുന്ന ഒരു സ്ഥലം, ഒരിടം അതായിരിക്കും. അതുകൊണ്ട് തന്നെയാകും നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും രോഗികളെ പോയി സന്ദർശിക്കണം എന്നുള്ളത്. മതപരമായിട്ടുള്ള ഒരു ചിട്ടയുടെ ഭാഗമായിട്ട് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു ആഹ്വാനമാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളും മാറ്റിവെക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് മാറുന്ന ഒരു ചടങ്ങായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥമായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ മാത്രമായിട്ടുള്ള ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് അവരുടെയും കൂടി കണ്ണ് തുറക്കപ്പെടും എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന പോലെ ദുഃഖം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആ മറ്റുള്ളവരുടെയും ദുഃഖം തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സലാഹുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഈ പ്രവർത്തനത്തിനുള്ള പൈസയും അതേപോലെ തന്നെ ഫണ്ടുകളുമെല്ലാം സ്വരൂപിച്ചതെന്നുള്ളത്. ഇപ്പോൾ 90 ലക്ഷം എന്നും 1 കോടി എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യയാണ്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഈ ഫണ്ട് സ്വരൂപിക്കാൻ നമുക്ക് പറ്റിയത്, നമുക്ക് അറിയാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരുപാട് പദ്ധതികൾ, ആംബുലൻസ് സർവീസ്, IAS കോച്ചിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ പൈസ ചെലവുള്ള പദ്ധതികളാണ്. ഈ പദ്ധതികൾക്കെല്ലാം എങ്ങനെയാണ് നമുക്ക് പൈസ സ്വരൂപിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നെയ്യത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും മുകളിൽ നിന്നും എല്ലായിടത്തു നിന്നും സഹായമുണ്ടാകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതിയും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നെയ്യത്ത് ശരിയായിട്ടുള്ള എന്ത് കാര്യവും നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മനസ്സിൽ കുളിര്
നേടാൻ പറ്റിയ രീതിയിലേക്കുള്ള പറഞ്ഞ പോലത്തെ പദ്ധതികളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എവിടെയും തോൽക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എറണാകുളം ടൗൺ ഹാൾ പോലത്തെ പ്രൗഢമായിട്ടുള്ള ഒരു ഹാളിൽ വെച്ച് കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു കാരണവും അതുകൊണ്ട് തന്നെയായിരിക്കും. കാരണം സാധാരണ എല്ലാ പരിപാടികളിലും പോയിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പരിപാടിയിൽ ഇതിൻ്റെ സംഘാടകർ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്താണ് ഈ പറയുന്ന സംഘടനയുടെ ചരിത്രം, ഈ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ചരിത്രം അദ്ദേഹം എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം നോക്കിയിട്ടുണ്ടാകും.